കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണ ക്ലോക്ക് ടവർ പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. ക്രെയിൻ ഉപയോഗിച്ച് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതോടെ ടവറിന്റെ മുകളിൽ കയറി ഓരോ ഭാഗമായി പൊളിച്ചു നീക്കുകയാണ്. പൊളിച്ചുമാറ്റൽ നടപടികൾ പൂർത്തിയാക്കി കെട്ടിടാവശിഷ്ടങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റിയാലേ 2-3 ട്രാക്കുകൾ സാധാരണ രീതിയിലാവും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ തകർന്ന ഗോപുരം അതിന്റെ ശേഷിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റുന്ന അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രവൃത്തി പുരോഗമിക്കുന്നത്. നമ്മൾ ഇന്നലെ രാവിലെ ലൈവ് കൊടുക്കുമ്പോഴെല്ലാം കണ്ടിരുന്നത് രാവിലെ 6 മണി മുതൽ 80 അടിയോളം ഉയരമുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ബാക്കി ഭാഗമായിരുന്നു പൊളിച്ചു തുടങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ദിവസം പിന്നിടുമ്പോൾ അതിന്റെ പൂർണ്ണമായും അതായത് വാർക്കയോളം അതിന്റെ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റൽ പ്രവൃത്തികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ഉയരം കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 1-2 തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു മുകളിൽ എത്താൻ സാധിച്ചിരുന്നത്. പിന്നീട് ഉയരം കുറഞ്ഞു വരുന്നതോടെ കൂടുതൽ തൊഴിലാളികളെ മുകളിലേക്ക് എത്തിച്ച് ഡ്രില്ലറുകൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി തള്ളി അത് പൂർണ്ണമായും അതായത് പൊളിച്ചുമാറ്റൽ നടപടികൾ പൂർണ്ണമായും തന്നെ നടത്താനായി എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 1-4 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ട്രെയിൻ ഗതാഗതം യോഗ്യമായിട്ടുള്ളത്. 2-3 പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും തന്നെ അടച്ചിട്ടിരിക്കുന്നു. അതായത് ഈ പൊളിച്ചു മാറ്റിയിരിക്കുന്ന കട്ടകൾ നിലവിൽ പ്ലാറ്റ്ഫോമിൽ തന്നെയാണുള്ളത്. അതെല്ലാം പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ 2-3 പ്ലാറ്റ്ഫോമുകളിലേക്ക് ഗതാഗതം കൂടുതലായി യോഗ്യമാവുകയുള്ളൂ. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നതാണ്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11:10 ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത്. ഈ പൊളിഞ്ഞു ചാടിയ ഈ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ ഒരു ഓയിൽ സ്റ്റോർ റൂം, അതുപോലെ ഗ്രാഫിക് സ്റ്റോർ റൂം അടക്കമുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതായത് നിരവധി ജീവനക്കാർ ഈ പ്രദേശത്തേക്ക് എല്ലാ സമയവും എത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഭാഗ്യം കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിഞ്ഞു മാറിയത് എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ പൊളിച്ചുമാറ്റൽ പ്രവൃത്തികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ MK രാഘവൻ MP അടക്കം ഈ വിഷയത്തിൽ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും അതിൽ നടപടി ഉണ്ടാകണം എന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേക്ക് പരാതികൾ നൽകിയിരുന്നു. എന്നാൽ അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതായത് ഇത് പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി, അതായത് ഈ 3 മാസം തന്നെ ഇതിന് ബലക്ഷയം കണ്ടെത്തിയതാണ്. എന്നാൽ അത് പൊളിച്ചു മാറ്റുന്നൊരു കൃത്യമായൊരു നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആക്ഷേപം. നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഒരു ഗോപുരവും കാണുന്നുണ്ട്. അതും ഏകദേശം വിള്ളൽ വന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. അതും ഇനി പൊളിക്കുമോ എന്നുള്ളത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ കരാർ എടുത്തിരിക്കുന്ന കമ്പനി അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പൊളിക്കൽ നടപടികൾ പൂർത്തിയാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായ തന്നെ ഒരു അനാസ്ഥ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും മുഹമ്മദ് റിയാസ് MLA അടക്കമുള്ള ആളുകൾ ഇവിടെ ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അടക്കം വരേണ്ടതുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. റെയിൽവേയിൽ ഇത്തരത്തിൽ പഴക്കം ചെന്ന കെട്ടിടങ്ങളെ കുറിച്ച് പഠനം നടത്തി അതിന്റെ ഒരു വിശദീകരണ റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടിട്ടുള്ളതാണ്. ഈ പൊളിച്ചുമാറ്റൽ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2ാം പ്ലാറ്റ്ഫോമിലേക്ക് വീണിട്ടുള്ള അതിന്റെ പൊളിച്ച് ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ 2-3 ട്രാക്കുകളിലെ ഗതാഗതം പൂർണ്ണമായും യോഗ്യമാകുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ 1-4 പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മംഗലാപുരം കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയും ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.